പ്രൈസ് ദ ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യും. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കിയാൽ ഞാൻ കുലുങ്ങിപ്പോകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പത്രോസ് പറഞ്ഞ രണ്ട് പ്രധാന വിഷയങ്ങൾ. പത്രോസ് പറയുകയാണ്, ഞാൻ കുലുങ്ങി പോകത്തില്ല. എൻ്റെ മുൻപിൽ ഇനി ഏതൊക്കെ പ്രതികൂലം വന്നാലും, എൻ്റെ മുമ്പിൽ എത്രയൊക്കെ പ്രയാസങ്ങൾ വന്നാലും, ആരൊക്കെ എന്നെ കുലുക്കാൻ നോക്കിയാലും ഞാൻ കുലുങ്ങി പോകത്തില്ല. ഒരു ദൃഢമായ ഒരു തീരുമാനമാണ് പത്രോസോട് പറയുന്നത്. ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, എത്ര പേർക്ക് പറയാൻ സാധിക്കും ഈ ദൃഢമായ നിശ്ചയം? ഞാൻ കുലുങ്ങി പോകത്തില്ല. എന്ത് പ്രതികൂലം വന്നോട്ടെ, ഏത് പ്രയാസം വന്നോട്ടെ, എന്തൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നാലും ഞാൻ കുലുങ്ങി പോകുകയില്ല, ഞാൻ ധൈര്യത്തോട് നിൽക്കുമെന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? ഇവിടുത്തെ വിഷയം, ആർക്കാണ് പറയാൻ കഴിയുന്നത് ഏത് പ്രതികൂലത്തിന്റെ മധ്യത്തിൽ ഞാൻ കുലുങ്ങാതെ പിടിച്ചു നിൽക്കുമെന്ന്? ഈ വായിച്ച വേദഭാഗത്തിന് ആദ്യം പറയുന്നു, കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. സ്തോത്രം. ആർക്കാണ് കുലുങ്ങിപ്പോകാതെ സ്ഥിരമായ ഒരു ജീവിതം നയിക്കാൻ കഴിയുന്നത്? യേശു കർത്താവിനെ എപ്പോഴും മുൻപിൽ കണ്ടുകൊണ്ട് ജീവിതം നയിക്കുന്നവരുടെ ജീവിതത്തിൽ കുലുക്കം ഉണ്ടാകത്തില്ല. പ്രതികൂലങ്ങൾ ധാരാളം നമുക്കുണ്ട്. ഒന്നിനു പുറകെ ഒന്നൊന്നായി പല പ്രതികൂലങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ആ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ നമുക്ക് പറയാൻ കഴിയേണ്ട ഒരു കാര്യം, ഞാൻ കുലുങ്ങി പോകത്തില്ല. കാറ്റടിക്കും, പക്ഷെ ഞാൻ കുലുങ്ങത്തില്ല. തിരമാല പൊങ്ങും, ഞാൻ പൊങ്ങി വരും, ഞാൻ മുങ്ങിപ്പോകത്തില്ല. ഞാൻ തീയിൽ കൂടെ പോകും, അതിനെ ദഹിപ്പിക്കുകയില്ല. ഞാൻ വ്യത്യസ്തമായ പ്രതികൂല സാഹചര്യത്തിലൂടെ പോകും, അവിടെ ഒന്നും ഞാൻ പതറിപ്പോകുകയില്ല എന്ന് ആർക്ക് പറയാൻ കഴിയും? യേശു കർത്താവിനെ മുൻപിൽ വെച്ചിരിക്കുന്നവർക്ക്, അർത്ഥാത് യേശു കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് മുൻപോട്ട് പോകുന്നവര് ഒരു വിഷയത്തിന്മേലും കുലുങ്ങേണ്ടി വരികയില്ല എന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്. സഹോദരങ്ങളെ, നിങ്ങൾ കർത്താവിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണോ? മാനുഷിക ചിന്താഗതികളെക്കാൾ അധികമായി, വ്യക്തികളുടെ ആലോചനകളെക്കാൾ അധികമായി യേശു കർത്താവിന് നിങ്ങൾ പ്രാധാന്യം കൊടുത്ത് മുൻപിൽ വെക്കുന്ന ഒരാളാണോ? നിങ്ങളുടെ ജീവിതത്തിൽ ഒരിടത്തും നിങ്ങൾ പതറിപ്പോകേണ്ടി വരികയില്ല. രണ്ടാമത് ആ ഭാഗത്ത് പറയുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കിയാൽ ഞാൻ കുലുങ്ങി പോകുകയില്ല. അവൻ രണ്ട് കാര്യങ്ങളാണ് അവിടെ ഉറപ്പിച്ച് പറയുന്നത്. ഒന്ന്, യേശു കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. രണ്ട്, യേശു കർത്താവ് എപ്പോഴും എൻ്റെ വലത്തുഭാഗത്തിരിക്കുക എന്ന് പറഞ്ഞാൽ, ഒന്ന്, യേശുവിനെ കണ്ടുകൊണ്ടുള്ള ഒരു ജീവിതയാത്ര. രണ്ട്, യേശുവിന്റെ കൂടെയുള്ള ഒരു ജീവിതയാത്ര. ഇത് രണ്ടുമുള്ള ഒരു ദൈവപൈതന്റെ ജീവിതത്തിൽ കുലുങ്ങേണ്ടി വരത്തില്ല. ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങൾ യേശു ക്രിസ്തുവിനെ കണ്ടാണോ ഇറങ്ങിയത്? അതോ ആരെങ്കിലും ഒക്കെ പറഞ്ഞത് കേട്ട് നിങ്ങൾ ഇറങ്ങിയതാണോ? ആരെങ്കിലും ഒക്കെ പറഞ്ഞത് കേട്ട് നിങ്ങൾ ഈ കർത്താവിനെ ഒന്ന് പരിശോധിക്കാം, ഒന്ന് പരീക്ഷിക്കാം, അല്ലെങ്കിൽ കുറച്ചു കാലം ഈ കർത്താവിനെ ഒന്ന് വിളിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണോ? തെറ്റിപ്പോയി. യേശു കർത്താവിനെ കണ്ടിറങ്ങണം. യേശു കർത്താവിന് പ്രാധാന്യം കൊടുത്തുള്ള ഒരു ജീവിതം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിൽ കൂടെ മാത്രമേ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ലഭിക്കൂ. ആരെങ്കിലും പറയുന്നത് കേട്ട് പോകേണ്ടതല്ല യേശു കർത്താവിന്റെ കൂടെ. യേശുവിനെ കണ്ടവർ, ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞവൻ. സംഗീതകാരൻ പറയുന്നു, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. നിങ്ങൾ യേശുവിനെ രുചിച്ചറിഞ്ഞ വ്യക്തിയാണോ? യേശുവിനെ നിങ്ങൾ ഹൃദയത്തിൽ അംഗീകരിച്ച ഒരു ദൈവപൈതലാണോ, ഒരു വ്യക്തിയാണോ? നിങ്ങളുടെ ജീവിതം കുലുങ്ങുവാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന്. അച്ചരികത്ത് നട്ടിരിക്കുന്നു, തക്ക കാലത്ത് ഫലം കായ്ക്കുന്നു, ഇലപാടാത്ത വൃക്ഷം പോലെ നിൽക്കും. അടുത്ത പറയുന്നു, ഉഷ്ണം തട്ടിയാലും കാറ്റടിച്ചാലും വാടിപ്പോകത്തില്ല, വീണു പോകത്തില്ല. കാരണം അടിസ്ഥാനം ക്രിസ്തുവിലാണ്. ഈ പകൽക്കാലം യേശു ക്രിസ്തുവിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്ത് യേശു ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് മുൻപോട്ട് ഇന്നത്തെ യാത്രയൊന്ന് ആരംഭിച്ചാട്ട് ചെല്ലുന്നിടത്തൊക്കെ വിജയം നിങ്ങൾക്ക് കൂടെയുണ്ട്. കർത്താവ് നിങ്ങളുടെ കരത്തെ പിടിച്ചിട്ടുണ്ട്. ഈ വചനത്തിൽ നമ്മൾ കേട്ടതുപോലെ യേശു എൻ്റെ മുൻപിലുണ്ട്. യേശുവിനെ ഞാൻ എൻ്റെ വലത്തുഭാഗത്ത് വെച്ചിരിക്കും. നിങ്ങളുടെ ജീവിതയാത്രയിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ, നിങ്ങളുടെ എല്ലാ മേഖലയിലും കർത്താവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ജീവിതം കഴിക്കുക. ഇന്ന് പകൽക്കാലം ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകും. ശുഭകരമായ ഒരു ഭാവിയും ശുഭകരമായ ഒരു ജീവിതവും
ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് നൽകുവാൻ ദൈവം വിശ്വസ്തനാണ്. ഈ കർത്താവിനോട് ചേർന്ന് കർത്താവിന് പ്രാധാന്യം കൊടുത്ത് മറ്റെല്ലാ പ്രാധാന്യതകളും മാറ്റിവെച്ച് യേശു കർത്താവിന് പ്രാധാന്യം കൊടുത്ത് മുൻപോട്ട് പോകുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.